എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 46-ാമത്തെ സർഗത്തിൽ 8 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. ദിതിയുടെ വരപ്രാർത്ഥനയെ പറ്റിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കശ്യപ പ്രജാപതി അനുഗ്രഹിച്ചു, 1000 വർഷത്തിന് ശേഷം നിനക്ക് ഉത്തമനായിട്ടുള്ള ഒരു പുത്രനെ കിട്ടുമെന്ന്. ശരീരവും മനസ്സുമൊക്കെ ശുചിയായിട്ട് വച്ചിട്ടുണ്ടെങ്കിൽ ആ പുത്രൻ തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഇന്ദ്രനെ വധിക്കും എന്നുകൂടി ഒരു അനുഗ്രഹം കൊടുത്തിട്ടാണ് കശ്യപ പ്രജാപതി തപസ് ചെയ്യാൻ പോയത്. എന്നിട്ട് എന്താ ഉണ്ടായതെന്ന് നോക്കാം. 8-ാമത്തെ ശ്ലോകം നോക്കൂ. ഗതേ തസ്മിൻ നരശ്രേഷ്ഠ ദിതി പരമഹർഷിത കുശപ്ലവം സമാസാദ്യ തപസ്തേവേ സുദാരുണം. വളരെ എളുപ്പമുള്ള ശ്ലോകമാണ്. നോക്കുമ്പോഴേക്കും അർത്ഥം മനസ്സിലാക്കാൻ പറ്റണ ശ്ലോകം. തസ്മിൻ ഗതേ സതി, ആ തൻ്റെ ഭർത്താവ് കശ്യപ പ്രജാപതി പോയപ്പോൾ, അല്ലയോ നരശ്രേഷ്ഠ. വിശ്വാമിത്രൻ ശ്രീരാമനോട് പറയണ കഥയാണ്. ഇവിടെ എവിടെയും അവരുടെ പരാമർശങ്ങളൊന്നും വരാത്തത് കാരണം കഥയുടെ ആ ഒരു കണക്ഷൻ ചങ്ങല പോലെ കഥകൾ വരികയാണ്. അത് വിട്ടുപോകരുത്. ഇവരെ മിഥിലയിലേക്ക്, വിശ്വാമിത്രനും ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ കൂടിയിട്ട് മിഥിലയിലേക്ക് പോകുമ്പോൾ ഗംഗ കടന്നു വന്നിരുന്നിട്ട് പറയണ കഥകളൊക്കെയാണ്. അപ്പോഴാണ് ഈ ഇന്ദ്രൻ്റെ ചരിതവും ഇനി അഹല്യയുടെ കഥയിലേക്കൊക്കെയാണ് പോണതെന്നാണ് മനസ്സിലാക്കാൻ പറ്റണത്. അങ്ങനെ നരശ്രേഷ്ഠ, അല്ലയോ ശ്രീരാമ, പരമഹർഷിത ദിതി, വളരെയധികം സന്തോഷവതിയായ ആ ദിതി എന്തു ചെയ്തു? കുശപ്ലവം സമാസാദ്യ, കുശപ്ലവം എന്നുള്ളൊരു സ്ഥലത്തേക്ക് പോയിട്ട് വളരെ കഠിനമായിട്ട് തപസ് ചെയ്തു. സുദാരുണം തപഹ തേപേ, കഠിനമായിട്ട് എങ്ങനെയാണോ ഭർത്താവ് തന്നോട് തപസ് ചെയ്യണം, എങ്ങനെയാണ് അത് നിശ്ചയദാർഢ്യത്തോടുകൂടി ശരീരവും മനസ്സും ഒക്കെ ശുചിയായിട്ട് വേണം എന്ന് പറഞ്ഞത്, അതേപോലെയൊക്കെ തന്നെ തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി. അപ്പോൾ ആരാണ് അവിടെ വരണത്? വളരെ കഷ്ടമാണ്. നമുക്ക് നോക്കാം 9-ാമത്തെ ശ്ലോകം. തപസ്തസ്യാം ഹി കുറുവന്ത്യാം പരിചര്യാം ചകാരഃ സഹസ്രാക്ഷോ നരശ്രേഷ്ഠ പരയാ ഗുണസമ്പദാ. അങ്ങനെ കുശപ്ലവം എന്ന് പറഞ്ഞ സ്ഥലത്ത് വച്ചിട്ട് ദിതി വളരെ കഠിനമായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, തസ്യാം തപഹ കുർവന്ത്യാം സത്യാം, അങ്ങനെ അവൾ, ആ ദിതി കഠിനമായിട്ട് തപസ് ചെയ്തപ്പോൾ ആരാണ്? പരിചര്യാം ചകാര, ആ ദിതിക്ക് പരിചര്യ നൽകാൻ വേണ്ടിയിട്ട്, പരിചരണം നൽകാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ വന്നു. അതാരായിരുന്നു? സഹസ്രാക്ഷ, ഇന്ദ്രൻ തന്നെ. സത്യത്തിൽ ഈ ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ശക്തനായിട്ടുള്ള പുത്രൻ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ദിതി തപസ് ചെയ്യണത്. ആ ഇന്ദ്രൻ തന്നെ ഇപ്പോൾ ദിതിയെ സേവിക്കാനായിട്ട് കുശപ്ലവത്തിലേക്ക് വന്നു. എന്നിട്ട് എങ്ങനെയാണ് സേവിക്കണത്? പരയാ ഗുണസമ്പദ സഹസ്രാക്ഷ തസ്യാം പരിചര്യാം ചകാര. വളരെ മര്യാദയോട് കൂടിയിട്ട്, വളരെ വിനയത്തോടു കൂടിയിട്ട്, ഒരു എതിർവാക്കുകളോ തർക്കുത്തരങ്ങളോ ഒന്നും പറയാതെ എന്താണോ ദിതി ആഗ്രഹിക്കണത് അത് മുഴുവൻ ചെയ്തു കൊടുത്തു. തൻ്റെ മാതൃ സഹോദരിയാണല്ലോ, ആ ദിതിയുടെ സഹോദരിയാണ് ദിതി. അപ്പോൾ ആ തരത്തിൽ ബന്ധമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടായ പുത്രന്മാരൊക്കെ തമ്മിലൊക്കെ അടിപിടിയാണ്. എന്നാലും ദിതി ഇങ്ങനെ തപസ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇന്ദ്രൻ ദിതിയെ ആരാധിക്കാനായിട്ടും പരിചരണം നടത്താനൊക്കെ ആയിട്ട് അവിടെ ചെന്നു. നമുക്കറിയാം, കഥ കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു തപസ്സിളക്കാനോ ഉണ്ടാകുന്ന മക്കളെ വധിക്കാനോ മകനെ വധിക്കാനോ ഒക്കെ ആയിട്ടായിരിക്കും ഇന്ദ്രൻ പോയിട്ടുണ്ടാവുക എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ എന്തൊക്കെയാ ചെയ്തു കൊടുത്തത് എന്ന് പറയാണ് 10-ാമത്തെ ശ്ലോകത്തിൽ. അഗ്നിം കുശാൻ കാഷ്ഠമപ ഫലം മൂലം തഥൈവ ച ന്യവേദയത് സഹസ്രാക്ഷോ യച്ഛാന്യതഭികാംക്ഷിതം. എന്താണോ ദിതിക്ക് തപസ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളത് അത് മുഴുവൻ ചെയ്തു കൊടുക്കുകയാണ്. അതായത് എല്ലാ സമയവും കണ്ണടച്ചിരുന്ന് തപസ് ചെയ്യുക മാത്രമല്ല, പൂജ ഹവനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്. അഗ്നി, കുശപ്പുല്ല്, കാഷ്ഠം എന്ന് പറഞ്ഞാൽ വിറക്, അപ്പോൾ ആ വെള്ളം, ഫലം, പഴങ്ങൾ, മൂലം, ചിലതിൻ്റെ വേരുകൾ, അതായത് ചില മരങ്ങളുടെ പഴം തിന്നാം, ചില ചെടികളുടെയൊക്കെ വേരാണ് ഭക്ഷിക്കുക. നമുക്കറിയാലോ, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഇന്ദ്രൻ ദിതിക്ക് അടുപ്പിച്ചു കൊടുത്തു. തപസ് ചെയ്യുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ട് തൻ്റെ മാതൃ സഹോദരിയായിട്ടുള്ള ദിതിയെ വളരെ കഠിനമായിട്ട് തന്നെ ഇന്ദ്രൻ സേവിച്ചു. ന്യവേദയത് സഹസ്രാക്ഷോ, ഇതൊക്കെ
നിവേദനം ചെയ്തു. ഇതൊക്കെ ഈ ദിതിയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുത്തു. അതുമാത്രമല്ല, യത് അന്യതപികാംക്ഷിതം തത്സർവം, എന്തൊക്കെ ആഗ്രഹിച്ചുവോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തപശ്ചര്യ ഗംഭീരമാവുമെന്ന് ദിതി വിചാരിച്ചുവോ അതൊക്കെ കേട്ട് അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ദിതിയുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുകയാണ് ഇന്ദ്രൻ ചെയ്തത്. അതിൽ ചില വസ്തുക്കളുടെ കാര്യമാണ് പറഞ്ഞത്. അഗ്നി, കുശപ്പുല്ല്, വിറക്, വെള്ളം, ഫലം, മൂലം തുടങ്ങിയിട്ടുള്ളതിനെയൊക്കെ അതൊക്കെ കൊണ്ട് എത്തിച്ചു എന്ന് പറയാണ്. അതുമാത്രമല്ല, ദിതി തൻ്റെ മാതൃ സഹോദരി തന്നെയാണ്. മാതൃ സഹോദരി ആകുമ്പോൾ അമ്മയെ പോലെ തന്നെയാണ്. അമ്മയുടെ സഹോദരി ഏടത്തിയൊക്കെ തന്നെ അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ അതുപോലെ തന്നെ അമ്മമാരുടെ അടുത്ത് എന്താ ചെയ്യണത് അതേപോലെ തന്നെ ഇവരുടെ അടുത്തും പ്രവർത്തിക്കും. അതേ ഒരു സ്വാതന്ത്ര്യത്തോടെയും സ്നേഹത്തോടു കൂടിയൊക്കെ പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ട് വന്നതാണെന്ന് ആണ് ദിതി വിചാരിച്ചത്. അങ്ങനെ ഇന്ദ്രൻ എന്താണ് ദിതിക്ക് ചെയ്തു കൊടുത്തതെന്ന് പറയാണ് 11ാമത്തെ ശ്ലോകത്തിൽ. ഗാത്ര സംവാഹനൈശ്ചൈവ ശ്രമാപനയനൈസ്തഥാ ശക്ര സർവേഷു കാലേഷു ദിതിം പരിചചാരഃ. ഗാത്രസംവാഹനം, ശ്രമാപനയനം, ഇതൊക്കെ ചെയ്തു കൊടുത്തു. ഗാത്രസംവാഹനം എന്ന് പറഞ്ഞാൽ കയ്യും കാലും ഒക്കെ ഉഴിഞ്ഞു കൊടുക്കുക, പുറം തലോടി കൊടുക്കുക, അതൊക്കെ ചെയ്തു കൊടുക്കാമല്ലോ. അതൊക്കെ അമ്മയെ പോലെ തന്നെയാണ്. അപ്പോൾ ഗാത്രം, ശരീരം സംവാഹനം ചെയ്യുക, ഉഴിഞ്ഞു കൊടുക്കുക. കുറേ നേരം ഇരിക്കുകയെ നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാലിനൊക്കെ വേദനയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ തടവി കൊടുത്തു, വേദനയൊക്കെ മാറ്റിക്കൊടുത്തു. അതുപോലെ ക്ഷീണം, ശ്രമമൊക്കെ വരുമ്പോൾ വെള്ളം കൊടുത്തിട്ടും ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തിട്ടും ഒക്കെ അങ്ങനെയുള്ള ക്ഷീണങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു. ഫലമൂലാദികളൊക്കെ പാകം ചെയ്തിട്ടോ അതൊക്കെ ഭക്ഷിക്കാൻ കൊടുത്തിട്ടൊക്കെ വേണ്ട വിധം ദിതിയെ ഇന്ദ്രൻ സേവിച്ചു. അതാണ് ശക്ര സർവേഷു കാലേഷു, കാലവും നേരവും കാലവും ഒന്നും നോക്കാതെ, രാവിലെ പകലെന്നൊന്നും നോക്കാതെ, രാത്രി എന്നൊന്നും നോക്കാതെ, അതുപോലെ തന്നെ ഇന്ന കാലം ഇന്ന മാസം എന്നുള്ള കണക്കൊന്നും വയ്ക്കാതെ തന്നെ ഇന്ദ്രൻ ദിതിയെ സേവിക്കുക തന്നെ ചെയ്തു. ദിതിം പരിചചാര, ദിതിയെ പരിചരിച്ചു എന്നർത്ഥം. അങ്ങനെ എന്തുണ്ടായി? 12ാമത്തെ ശ്ലോകം നോക്കാം. പൂർണേ വർഷസഹസ്രേ സാ ദശോനേ രഘുനന്ദന ദിതി പരമസംഹൃഷ്ട സഹസ്രാക്ഷമഥബ്രവീത്. പൂർണേ വർഷസഹസ്രേസ, അങ്ങനെ ഏതാണ്ട് 1000 വർഷക്കാലം ആവാറായി. കഠിനമായിട്ടുള്ള, വളരെ ദുരിതപൂർണമായിട്ടുള്ള, എളുപ്പത്തിലൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല 1000 കൊല്ലത്തെ തപസ്. അത്ര കഠിനമായിട്ടുള്ള തപസ് ചെയ്തപ്പോൾ അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട്, പൂർണ്ണമാവാൻ ഒരു 10 കൊല്ലേ ബാക്കിയുള്ളൂ. അതാണ് ദശോനേ, ദശം 10 വർഷം ഊനം എന്ന് വെച്ചാൽ കുറവുള്ളപ്പോൾ ആ ദിതിക്ക് സന്തോഷമായി. എത്ര കാലം തന്നെ ഇന്ദ്രൻ വന്ന് പരിചരിച്ചത് എന്നുള്ള സന്തോഷത്തോട് കൂടിയിട്ട്, അല്ലയോ രഘുനന്ദന, വിശ്വാമിത്രൻ പറയാണ്, പരമസംഹൃഷ്ട ദിതിഹി, തനിക്ക് തന്ന സേവനം, തനിക്ക് ചെയ്തു തന്ന സേവനത്തിലൊക്കെ അത്യന്തം സന്തുഷ്ടയായിട്ടുള്ള ദിതി സഹസ്രാക്ഷം അഥ അബ്രവീത്, ഇന്ദ്രനോട് ഇപ്രകാരം പറയുകയും ചെയ്തു. അപ്പോൾ 1000 വർഷമാവാൻ കുറച്ച് കൊല്ലങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ദിതിക്ക് അങ്ങയുടെ സന്തോഷം സഹിക്കാൻ വയ്യാതെ ഇന്ദ്രനോട് പറയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ. തപശ്ചരന്ത്യാ വർഷാണി ദശവീര്യവതാം വര അവശിഷ്ടാനി ഭദ്രം തേ ഭ്രാതരം ദ്രക്ഷ്യസേ തത. അല്ലയോ വീര്യവതാം വര, വീര്യവതാം വര എന്ന് വെച്ചാൽ വീരന്മാരിൽ വെച്ച് ഏറ്റവും വീര്യമുള്ളവരിൽ വെച്ച് ഏറ്റവും വീര്യമുള്ളവനെ ഇന്ദ്ര. ഇനി ദശവർഷാണി തപശ്ചരന്ത്യ അവശിഷ്ടാനി ദശവർഷാണി, ഇനി ശേഷിക്കുന്നതായ 10 വർഷങ്ങൾ കൂടി തപഹാചരന്ത്യ തപസ് ചെയ്താൽ എനിക്ക് എന്തുണ്ടാവും? എന്നിൽ നിന്നൊരു പുത്രൻ ജനിക്കും. അങ്ങനെ വന്ന് തപശ്ചരന്ത്യാഹ, തപസ് ചെയ്യുന്നവളായ എന്നിൽ നിന്ന്, തേ ഭ്രാതരം തതഹ ദ്രക്ഷ്യസേ, ജനിക്കുന്നവനായ നിന്റെ ഭ്രാതാവിനെ നിനക്ക് കാണാൻ സാധിക്കും. അതായത് ഇനി 10 കൊല്ലം കൂടിയുള്ളൂ നിനക്ക് നിന്റെ അനിയനെ കാണാനുള്ള സമയം അടുത്തടുത്ത് വരികയാണ്. സന്തോഷത്തോടെ ഇരുന്നോളൂ, ആകെ 10 കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ, 1000 കൊല്ലത്തിൽ 10 കൊല്ലം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുകയാണ് ചെയ്യണത്. എന്നിട്ട് ദീദി ഒരു കാര്യം കൂടി പറയാണ്. യമഹം ത്വത്കൃതേ പുത്ര തമാധാസ്യേ ജയോത്സുകം ത്രൈലോക്യ വിജയം പുത്ര സഹഭോക്ഷ്യസി വിജ്വര. യം അഹം, യാതൊരുവനെ ഞാൻ, ത്വത്കൃതേ നിനക്ക് വേണ്ടിയിട്ടാണ് പ്രസവിക്കാൻ പോണത്. അതായത് കേട്ടാൽ ദിതി പറയണതും നമുക്ക് തോന്നുക നിനക്കൊരു നല്ല അനിയൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാണെന്നാണ്. പക്ഷേ ദിതി അതൊന്നുമല്ലല്ലോ വിചാരിച്ചിരിക്കുന്നത്.
ഈ ഇന്ദ്രനെ വധിക്കാൻ തക്കവണ്ണമുള്ള ഒരു പുത്രൻ ഉണ്ടാവണം എന്നാണല്ലോ വിചാരിച്ചത്. അതാണ് പറയണത്, ത്വത്കൃതേ, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരുവനെ ഞാൻ ഗർഭത്തിൽ വഹിച്ചത്. ജയോത്സുകം തം ആധാസ്യേ, ജയോത്സുകനായിട്ടുള്ള, അതായത് ജയിക്കാൻ വേണ്ടി മാത്രം പുറത്തേക്ക് വരുന്നവനായ അവനെ ഞാൻ ആധാനം ചെയ്തത്, ആധാസ്യേ എന്ന് പറഞ്ഞാൽ ഗർഭാധാനം കഴിച്ചത്, എൻ്റെ ഗർഭത്തിൽ വഹിച്ചത് നിനക്ക് കൂടി വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ത്രൈലോക്യ വിജയം പുത്ര സഹഭോക്ഷ്യസി വിജ്വര, ആ 3 ലോകങ്ങളെയും ചെറുത്ത് തോൽപ്പിക്കുന്നവനായിട്ടുള്ള ആ പുത്രനോട് കൂടിയിട്ട് നീ എന്ത് ചെയ്യണം? വിജ്വരഹ ത്വം സഹഭോക്ഷ്യസി, വിജ്വരനായിട്ട്, ചിന്തകളൊക്കെ ഇല്ലാതെയായിട്ട് അവനോട് കൂടിയിട്ട് നീ ഈ ലോകം ഒരുമിച്ച് ഭുജിക്കൂ, അല്ലെങ്കിൽ ഈ ലോകത്ത് ഒരുമിച്ച് ജീവിക്കൂ എന്ന് പറയാണ്. അതായത് ഇനി നിനക്ക് ജനിക്കാൻ പോണ ഈ അനുജനോട് കൂടിയിട്ട് വേണം നീ ലോകം മുഴുവനും കാണാൻ, ഈ ലോകത്ത് ജീവിക്കാൻ. അത്രയ്ക്കും മിടുക്കനായിട്ടുള്ള, ത്രൈലോക്യങ്ങളെയും തോൽപ്പിക്കാൻ തക്കവണ്ണം ശക്തനായിട്ടുള്ള ഒരു പുത്രനെയാണ് ഞാനിപ്പോൾ പ്രസവിക്കാൻ പോണത് വൈകാതെ തന്നെ എന്ന് ഇന്ദ്രനെ ഓർമ്മിപ്പിക്കുകയാണ് ദിതി ചെയ്തത്. ഇന്ദ്രനെയും പുത്ര തന്നെയാണ് വിളിക്കുന്നത്. അല്ലയോ പുത്ര, നീ ഈ 3 ലോകങ്ങളെയും ജയിക്കുന്ന എൻ്റെ പുത്രനോട് കൂടിയിട്ട് ഒരുമിച്ച് ജീവിച്ചോളൂ എന്നാണ് പറയണത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഗതേ തസ്മിൻ നരശ്രേഷ്ഠ ദിതിഃ പരമഹർഷിത കുശപ്ലവം സമാസാദ്യ തപസ്തേവേ സുദാരുണം തപസ്തസ്യാം ഹി കുർവന്ത്യാം പരിചര്യാം ചകാരഃ സഹസ്രാക്ഷോ നരശ്രേഷ്ഠ പരയാ ഗുണസമ്പദ അഗ്നിം കുശാൻ കാഷ്ഠമപ ഫലം മൂലം തഥൈവ ച ന്യവേദയത് സഹസ്രാക്ഷോ യച്ചാന്യദപികാംക്ഷിതം ഗാത്രസംവാഹനൈശ്ചൈവ ശ്രമാപനയനൈസ്തഥാ ശക്രസർവേഷു കാലേഷു ദിതിം പരിചചാരഃ പൂർണേ വർഷസഹസ്രേ സാ ദശോനേ രഘുനന്ദന ദിതിഃ പരമസംഹൃഷ്ട സഹസ്രാക്ഷമഥ ബ്രവീത് തപശ്ചരന്ത്യാ വർഷാണി ദശവീര്യവതാം വര അവശിഷ്ടാനി ഭദ്രം തേ ഭ്രാതരം ദ്രക്ഷ്യസേ തത യമഹം ത്വത്കൃതേ പുത്ര തമാധാസ്യേ ജയോത്സുകം ത്രൈലോക്യ വിജയം പുത്ര സഹഭോക്ഷ്യസി വിജ്വര. അങ്ങനെ ഈ അനുഗ്രഹങ്ങളൊക്കെ, അതായത് 10 കൊല്ലം കഴിഞ്ഞാൽ ഒരു പുത്രൻ ഉണ്ടാവുകയാണ്, നീ ആ പുത്രനോട് കൂടിയിട്ട് സുഖമായിട്ട് വസിച്ചോളൂ എന്നൊക്കെ ദിതി പറയാണ്. ഇത് ഇന്ദ്രന് ആദ്യമേ തന്നെ അറിയാം. ദിതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്ദ്രനറിയാം. ഇന്ദ്രൻ എന്താണ് ചെയ്യാൻ പോണതെന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട്, ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.